എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ കാശ്മീരി ചില്ലിയുടെ വിത്ത് പാകി മുളപ്പിച്ചതാണ് കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ മുളച്ചു വന്നു. എല്ലാം ഞാൻ കുപ്പികളിലാണ് നട്ടത്. അതിന് ഹോളുകളിട്ടു, അടിവശത്ത് ഹോളിട്ടു. മുകൾ വശം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, മണ്ണ് നിറച്ചു, വളം ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ചെടികൾ എല്ലാം കുപ്പിയിൽ നിന്നുകൊണ്ട് തന്നെ വളർന്നു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ കുപ്പികളിൽ വളർന്നു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് പിന്നീട് ഞാനത് ഗ്രോ ബാഗിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ കുപ്പിയിലുണ്ടായിരുന്ന ചെടിയാണ് ഞാനിപ്പോൾ ഗ്രോ ബാഗിലേക്ക് നട്ടത്. ഇതിൽ കുപ്പിയിൽ നിന്നപ്പോൾ നമുക്ക് നന്നായിട്ട് വളർന്നെങ്കിലും അതിനെ വളമിടാനോ അതിനെ വേണ്ട രീതിയിൽ നോക്കുവാനൊന്നും നമുക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതെല്ലാം ഗ്രോ ബാഗിലേക്ക് മാറ്റി. ഞാൻ നട്ട മുളക് ചെടികൾ ഞാൻ എങ്ങനെയാണ് അത് വളർത്തിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളത്തൊണ്ടും മുട്ടത്തോടുകളും എല്ലാം വളമായിട്ട് ഞാൻ ഉപയോഗിച്ചു. ഗ്രോ ബാഗിൽ നട്ടപ്പോൾ തന്നെ ഞാൻ അതിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി കൂട്ടിയാണ് ഞാനിത് നട്ടത്. ഇതിൽ നട്ട സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് മണ്ണ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലെല്ലാം അധികവും ഉണക്ക ഇലകളാണ് ഇതിൻ്റെ അകത്ത് നിറച്ചത്. മണ്ണും ഉണക്ക ഇലകളും കൂടി കൂട്ടിയാണ് ഞാനിതിലേക്ക് നിറച്ചിരിക്കുന്നത്. എങ്കിലും നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം വളർന്നു. പിന്നീട് ഇതെല്ലാം മുരടിപ്പ് രോഗം വന്ന് എല്ലാം നശിച്ചു പോയി. എല്ലാം പറിച്ച് കളയാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. വീണ്ടും ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞളും വെളുത്തുള്ളിയും കൂടി കൂട്ടി മിക്സിയിലടിച്ച് അത് തളിച്ചു കൊടുത്തു. അതിന് കൂടാതെ ചാരവും കഞ്ഞിരവെള്ളവും കൂടി മിക്സ് ചെയ്ത് അത് ഞാൻ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഞാനത് തളിച്ചു കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ വേപ്പെണ്ണയും തളിച്ചു. ഇതെല്ലാം തളിച്ചിട്ടും ശരിയാകാതെ വന്നപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡും വെള്ളവും കൂടി കൂട്ടി അത് സ്പ്രേ ചെയ്ത് നിറയെ മൊത്തം നിറച്ച് തളിച്ചതിന് ശേഷമാണ് ഇതെല്ലാം വീണ്ടും ഇതുപോലെ തളിർത്ത് വന്നത്. ഇതിൽ ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കളും മുളകും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഇതുപോലെ വളരുകയില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം വളർന്നു വന്നു. നിങ്ങൾക്കും ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.